ഹലോ എവ്രി വൺ. കേരളത്തിൻ്റെ പുറത്തോ സൈക്കോളജിയിൽ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഡിഗ്രി ജസ്റ്റ് ഫിനിഷ് ചെയ്തിരിക്കുന്ന അടുത്ത വർഷം 2023 PG എൻട്രൻസ് വഴി CUET അടക്കമുള്ള PG എൻട്രൻസ് വഴി MA അല്ലെങ്കിൽ MSc സൈക്കോളജി ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനായിട്ടുള്ള ഒരു കിടിലൻ സർപ്രൈസുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് സർപ്രൈസ് എന്ന് പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പറയേണ്ടതായിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് നമ്മൾ ഈ എസ്പെഷ്യലി സൈക്കോളജി പോലുള്ള സബ്ജക്റ്റുകളൊക്കെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അഥവാ നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലൊക്കെ പോയി പഠിക്കുന്നത്? അതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളതിനെ കുറിച്ചാണ്. കേരളത്തിലെ അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു കോളേജിൽ നിന്ന് നമ്മൾ ഡിഗ്രി സൈക്കോളജി ചെയ്യുന്നത് അല്ലെങ്കിൽ PG സൈക്കോളജി ചെയ്യുന്നതും അതുപോലെ തന്നെ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സൈക്കോളജിയിൽ PG ഡിഗ്രി ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഇതൊക്കെ പഠിക്കുന്നതൊക്കെ സെയിം കാര്യങ്ങളല്ലേ എന്നുള്ളത്. പറഞ്ഞു തരാം. ഇതിലൊരു പ്രധാനപ്പെട്ട വ്യത്യാസം വരുന്നൊരു കാര്യമാണ് എക്സ്പോഷർ എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു നാട്ടിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോഴും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോഴും കിട്ടുന്ന എക്സ്പോഷറിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാക്കൽറ്റീസ്, പിന്നെ നിങ്ങൾക്ക് റിസർച്ചിന് വേണ്ടി ഉണ്ടാകുന്ന ഓപ്പർച്യൂണിറ്റീസ്, ലബോറട്ടറി ഫെസിലിറ്റീസ് എന്നുവേണ്ട ഒരുപാട് കാര്യങ്ങൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിലായിരിക്കും നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. സൈക്കോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് തീർച്ചയായിട്ടും ഒരുപാട് സാധ്യതകളുള്ളൊരു സബ്ജക്റ്റാണ് അല്ലേ. അഥവാ മനുഷ്യൻ എവിടെയുണ്ടോ അവിടെയൊക്കെ സൈക്കോളജിയുടെ തിയററ്റിക്കൽ അസ്പെക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പരിധി വരെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളൊരു സബ്ജക്റ്റിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എക്സ്പോഷർ ലഭിക്കുക എന്നുള്ളത് നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പേഴ്സണലി പറയുകയാണെങ്കിൽ, അഥവാ എൻ്റെ സ്വന്തം അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ 2015-17 ബാച്ചിൽ ഡൽഹിയിലെ ജാമിയ മില്ലിയ ഇസ്ലാമിയയിൽ PG സൈക്കോളജി ചെയ്ത ഒരാളാണ്. അവിടുന്ന് എനിക്ക് ലഭിച്ച എക്സ്പോഷർ വളരെ വലുതായിരുന്നു. എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എങ്ങനെ ആളുകളെ നോക്കിക്കാണുന്നു എന്നുള്ളത്, അതുപോലെ തന്നെ എൻ്റെ പെർസെപ്ഷൻസ്, പിന്നെ ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള എൻ്റെ പേഴ്സ്പെക്റ്റീവ്സ്, ചുരുക്കി പറഞ്ഞ ഒരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ആ 2 വർഷം എന്നുള്ളത്. എൻ്റെ അതേ അഭിപ്രായം തന്നെയായിരിക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയ ഓരോ ആളുകൾക്കും പറയാനുള്ളതെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്തല്ല അക്കാദമിക്കലി മാത്രമായിരിക്കില്ല. അക്കാദമിക്കലി എന്തായാലും ബെസ്റ്റ് ആയിരിക്കും. അതുകൂടാതെ അതൊരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. എന്തായാലും ഒരുപാട് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ എന്താണ് ആ സർപ്രൈസ് എന്നുള്ളതെന്ന് നോക്കാം. ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ കേരളത്തിലോ പുറത്തോ ഇപ്പോൾ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന, സൈക്കോളജിയിൽ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന, ഫിനിഷ് ചെയ്തിട്ടുള്ള, ഭാവിയിൽ സൈക്കോളജിയിൽ CUET വഴിയോ അല്ലാതെയോ PG എൻട്രൻസിന് വേണ്ടി ശ്രമിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സർപ്രൈസാണിത്. നിങ്ങൾ ഇതുവരെ ഇങ്ങനൊരു സ്കീം കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ളത് ഞങ്ങൾക്കുറപ്പാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളുടെ അഥവാ ഒരൊറ്റ വ്യക്തിയുടെ ഫീസിലെ 3 പേർക്ക് പഠിക്കാം എന്നുള്ളതാണ്. എത്ര പേർക്ക്? 3 പേർക്ക് പഠിക്കാം. ഒരൊറ്റ സിംഗിൾ പേഴ്സൻ്റെ അല്ലെങ്കിൽ ഒരു സിംഗിൾ സ്റ്റുഡൻറ്റിൻ്റെ ഫീല്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ 3 പേര് ഒരുമിച്ച് വരികയാണെങ്കിൽ, ഓക്കെ, നിങ്ങളെ സുഹൃത്തുക്കളാവാം, അല്ലെങ്കിൽ ചുമ്മാ ഈ സൈക്കോളജി പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകളുടെ സർക്കിളിൽ നിന്ന് കിട്ടിയ ആളുകളും ആവാം. ഓക്കെ, അതങ്ങനെ ആയാലില്ല. നിങ്ങൾ 3 ആളുകൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരൊറ്റ വ്യക്തിക്ക് കൊടുക്കേണ്ട ഫീസിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് കോച്ചിങ്, അഥവാ ഈ PG എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കോച്ചിങ് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. സോ 3 ആളുകൾക്ക് ഒരൊറ്റ ഫീൽ പഠിക്കാം. അപ്പോൾ നിങ്ങളെല്ലാ ആളുകളും ഇങ്ങനെയുള്ള ഒരു അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുമല്ലോ അല്ലേ. അപ്പോൾ സർപ്രൈസ് എന്താണെന്നുള്ളത് ഞാൻ പൊട്ടിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി ഈ കോഴ്സിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. ഓക്കെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അഥവാ IITs പോലെയുള്ള, TIS പോലെയുള്ള, ഡൽഹി യൂണിവേഴ്സിറ്റി പോലെയുള്ള, ജാമിയ മില്ലിയ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഈ ഫീൽഡിൽ, അഥവാ സൈക്കോളജി ഫീൽഡിൽ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആയിരിക്കും നിങ്ങളുടെ ക്ലാസ്സുകൾ ഡീൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ ഒരു കാര്യം. ക്ലാസ് എടുക്കുക മാത്രമല്ല, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഹൈലി എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ഒരു ടീമിൽ നിന്നാണ് നിങ്ങൾക്ക് ലഭിക്കുക. സോ ദർ ഇസ് നോ നീഡ് ഫോർ എ സെക്കൻഡ് തോട്ട്. അപ്പോൾ ഈ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഫീച്ചേഴ്സ് ആണെന്നുള്ളത് 1 by 1 ആയിട്ട് പറയാം. അതിൽ ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ, CUET സൈക്കോളജിയുടെ 100% സിലബസ് കംപ്ലീറ്റ് സാധനം നമ്മൾ കംപ്രിഹെൻസീവ് ആയിട്ട് തന്നെ കവർ ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, അഥവാ ഒരു ടോപ്പിക് പോലും നമ്മൾ വിട്ടുപോയില്ല, കംപ്ലീറ്റ് കവറേജ് ഉണ്ടാവും. അതിൽ പാർട്ട് A ഉണ്ടാവും, പാർട്ട് B ഉണ്ടാവും. എല്ലാത്തിനും കൺസെപ്റ്റ് ക്ലാസ്സുകൾ ഉണ്ടാവും, പ്രോബ്ലം സോൾവിങ് ക്ലാസ്സുകൾ ഉണ്ടാവും, പിന്നെ ഓരോ ടോപ്പിക് കഴിയുമ്പോഴും ടോപ്പിക് ടെസ്റ്റുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷൻസ് ഉണ്ടാവും. ഇതൊന്നും കൂടാതെ മോക്ക് ടെസ്റ്റുകൾ നിർബന്ധമായിട്ടുണ്ടാവും. കാരണം മോക്ക് ടെസ്റ്റുകളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, 1000-ലധികം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. നമുക്കറിയാം, സക്സസിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രാക്ടീസിങ്
പ്രാക്ടീസിങ് എന്നുള്ളത് അല്ലേ. ദെൻ വാല്യൂ ആഡഡ് നോട്ട്സ് ഉണ്ടാവും. നിങ്ങൾക്ക് ഓരോ ടോപ്പിക് കഴിയുമ്പോൾ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന വാല്യൂ ആഡഡ് നോട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് റെക്കോർഡഡ് ആണല്ലോ എന്ന് നിങ്ങൾ കരുതരുത്, കാരണം ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. ഇതൊന്നും കൂടാതെ തന്നെ മറ്റൊരു ഫീച്ചർ കൂടെ ഉണ്ട്. ആക്ച്വലി നമ്മളൊക്കെ ഒരു കാര്യത്തിന് ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷനൊക്കെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ആവേശമായിരിക്കും. ഇത് നേടണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വളരെ ഭയങ്കര എനർജറ്റിക് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, തുടങ്ങുക. പക്ഷെ കുറച്ചങ്ങോട്ട് എത്തിക്കഴിഞ്ഞാലോ ചിലപ്പോൾ നമുക്ക് ആ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആ ഫ്ലോ അങ്ങ് നഷ്ടപ്പെടും. ഓക്കെ, ചേഞ്ച് ഇനീഷ്യേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് വേഗം കഴിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ചേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീമോട്ടിവേഷൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളെ പിന്നാലെ നടന്ന് നിങ്ങളെ കുറച്ച് ഇടങ്ങാറാക്കിയിട്ടാണെങ്കിൽ പോലും നിങ്ങളെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ കൃത്യമായി ട്രാക്ക് ചെയ്യുന്ന ഒരു മെൻറ്റർ കൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതാണ്. ആ മെൻറ്റർ നിങ്ങളുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും, നിങ്ങളെ കാര്യങ്ങൾ ട്രാക്ക് ചെയ്യുന്നുണ്ടാവും, നിങ്ങളെ പ്രോഗ്രസിനെ കുറിച്ച് നിങ്ങൾ ഓർമ്മിപ്പിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ആ മെൻറ്റേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയൊക്കെയാണ് ഈ സർപ്രൈസിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾക്ക് നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന www.prepwise.in എന്ന് പറയുന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. എന്തായാലും നിങ്ങൾ 3 പേരെ ഫൈൻഡ് ചെയ്യുക and then immediately contact us through WhatsApp or whatever the ways you are comfortable with. So, thank you for watching. All the very best.